സീസണിലെ ആദ്യ 4 മത്സരങ്ങളിൽ നിന്ന് ഒരു ജയം, ഒരു തോൽവി, 2 സമനില. അതായത് 4 മത്സരങ്ങളിൽ നിന്ന് 5 പോയിൻ്റ്, 6 ഗോളുകൾ അടിക്കുകയും 6 എണ്ണം കൺസീഡ് ചെയ്യുകയും ചെയ്തു. ഒരു ISL എത്തുന്ന ഒരു പുതിയ കോച്ച് എന്ന ഒരു കാര്യം കൂടി പരിഗണിക്കുമ്പോൾ സ്റ്റാഹ്റെ ആശാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീസൻറ്റ് തുടക്കം എന്ന് വേണമെങ്കിൽ ഈ ഒരു തുടക്കത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാലും ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ KBFCയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അല്ലെ, ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സെറ്റ് പീസാണ്. നമുക്കറിയാം, സ്റ്റാഹ്റെ ആശാൻ്റെ അപ്പോയിൻമെൻറ്റ് പിന്നാലെ തന്നെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്ത കോച്ചുമാരിൽ ഒരാളാണ് നമ്മുടെ സെറ്റ് പീസ് കോച്ചായ പെരേര മൊറൈസ്. വളരെ നല്ല സ്റ്റാറ്റ്സൊക്കെ കൂടി വന്ന ആൾ വന്നിട്ടാകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കും. അതായത് നമുക്ക് കഴിഞ്ഞ സീസണുകളൊക്കെ നോക്കിയാലറിയാം, സെറ്റ് പീസ് ഡിഫെൻഡിങ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശോകമായിരുന്നു. ISL ഫൈനൽ, അതായത് ഇവാൻ ആശാൻ്റെ ഫസ്റ്റ് സീസണിൽ നമ്മൾ ഫൈനലെത്തിയപ്പോൾ ഹൈദരാബാദിനെതിരെ അവർ 87-ാം മിനിറ്റിൽ അവരൊരു ഈക്വലൈസിങ് ഗോൾ വന്നത് പോലും ആ ഒരു സെറ്റ് പീസ് സിറ്റുവേഷനിൽ നിന്നാണ്. അതുപോലെ ഒരുപാട് ഈ കഴിഞ്ഞ സീസണിലായാലും അതിനുമ്പത്തെ സീസണുകളിലായാലും ഇത്തരം സെറ്റ് പീസ് സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിൽ നമ്മൾ അല്പം പരാജയമായിരുന്നു എന്ന് തന്നെ പറയണം. സോ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒഡീഷ FCക്കെതിരെ ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നതൊക്കെ സെറ്റ് പീസിലെ ഡിഫെൻഡിങ്ങിലെ പ്രശ്നം കൊണ്ടാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും നമ്മളൊരു ഗോൾ കണ്ടു. അതിൽ സച്ചിൻ്റെ ഒരു ഇൻഡിവിജ്വൽ എറർ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഗോൾ അടിച്ചത് ഓഫ് സൈഡായി മാറി. എന്നാലും എതിർ ടീമിനൊരു സെറ്റ് പീസ് സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളിലൊരു പേടിയാണ്, ഇതൊരു ഗോൾ വരാൻ പോകുന്നു എന്ന തരത്തിലുള്ളൊരു പേടി. ഇപ്പോഴും സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ സെറ്റ് പീസിൻ്റെ കോച്ച് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ സെറ്റ് പീസുകളിൽ നിന്ന് കൂടുതൽ അത് യൂസ് ചെയ്ത് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കും എന്നൊരു കാര്യം. സ്റ്റാഹ്റെ ആശാനും തൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ് സെറ്റ് പീസിൽ നിന്ന് കൂടുതൽ ഗോൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് ഞാൻ എന്ന രീതിയിലാണ് ആൾ പറഞ്ഞത്. സോ നമ്മൾ അത്തരത്തിലുള്ള ഗോളുകളും പ്രതീക്ഷിച്ചു. പക്ഷേ സെറ്റ് പീസുകളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ചേഞ്ചോ, ഒരു പാറ്റേൺ ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു കോച്ച് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റോ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഡൂറൻ്റ് കപ്പായാലും ഈ കഴിഞ്ഞ 4 മത്സരങ്ങളായാലും എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റിയില്ല. എൽക്കോൻ്റെ ഒക്കെ സീസണിൽ ആൾ അത്യാവശ്യം സെറ്റ് പീസുകളൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഫ്രീ കിക്കിലായാലും കോർണർ എടുക്കുന്നതിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു മാറ്റം പോലും ഇവിടെ കാണാൻ പറ്റിയില്ല. നമുക്കൊരു സെറ്റ് പീസ് കോച്ച് അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഒരു കോച്ച് കൂടി ഉണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ഇത് അല്പം ഒരു വറിയും ചെയ്യുന്ന ഫാക്ടറായിട്ട് തോന്നിയത്. സോ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് സെറ്റ് പീസിൽ നിന്ന് കൂടുതൽ ഗോളുകൾ കണ്ടെത്തണം. ചിലപ്പോൾ ഒരു സെറ്റ് പീസിൽ നിന്ന് കണ്ടെത്തി ഒരു ഗോളിലൊക്കെ 1-0 ജയിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു മത്സരത്തിലേക്ക് അങ്ങ് പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കാൾസ് കോതാത്ത് ബാംഗ്ലൂരിൽ ഉണ്ടാകുമ്പോൾ ആൾ സെറ്റ് പീസിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ അടിച്ച ഗോളുകളിലൂടെ ജയിച്ച് അവർ പലപ്പോഴും മത്സരങ്ങൾ ജയിച്ച് മുന്നേറിയിട്ടുണ്ട്. അതാണ് അവർ ടൈറ്റിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് കാണാം. അവർ ഫൈനലിലടക്കം ഗോൾ അടിച്ചത് ഒരു സെറ്റ് പീസ് ഗോളായിരുന്നു എന്ന കാര്യം കൂടെ ഓർക്കണം. സോ അത്തരത്തിൽ സെറ്റ് പീസ് വളരെ യൂസ്ഫുള്ളാണ് ISL. ഡിഫെൻഡിങ്ങിൻ്റെ സമയത്തായാലും സെറ്റ് പീസ് ഗോളുകൾ വഴങ്ങാതിരിക്കുക എന്നത് തന്നെ നമുക്ക് ഒരു മത്സരം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ 2-3 സീസണുകളിലെ ആ ഒരു സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിലെ പ്രകടനം കൂടി വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നി അതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മളൊരു കോച്ചിനെ കൊണ്ടുവന്നത്. പക്ഷേ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. സോ അതെന്തായാലും ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. സെറ്റ് പീസ് ഡിഫെൻഡിങ് ആയാലും നമുക്ക് കിട്ടുന്ന സെറ്റ് പീസുകളിൽ നിന്ന് മാക്സിമം ഗോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. അതെന്തായാലും ഇമ്പ്രൂവ് ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുക കൂടിയാണ്. ഇനി ഒരു രണ്ടാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഇൻഡിവിജ്വൽ എറേഴ്സ്. നമുക്കറിയാം, പലപ്പോഴും ആസ് എ ടീം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഒരു പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ എറേഴ്സ് പോലും വലിയ രീതിയിൽ ടീമിനെയും അല്ലെങ്കിൽ മത്സരത്തെയും ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സീസൺ എടുത്തു പറയേണ്ട 2 പ്ലേയേഴ്സാണ് നമ്മൾ ഡാനിഷ് ഫറൂഖും കൂടാതെ സച്ചിൻ സുരേഷും. സച്ചിൻ നിന്നും അത്തരത്തിലുള്ള എറേഴ്സ് പേഴ്സണലി ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ ആഫ്രിക്കയിലായാലും പിന്നീട് ഒഡീഷ FCക്കെതിരെ അവരടിച്ച ആദ്യത്തെ ഗോളിനായാലും സച്ചിൻ്റെ ഒരു ക്ലിയർ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ആ മത്സരത്തിൽ വേറെ 1-2 മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. സോ അത്തരത്തിലുള്ള എറേഴ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അത് ടീമിനെ വല്ലാത്ത രീതിയിൽ നമ്മളെ പോയിൻ്റ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ ബാധിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ആ ഒരു എറേഴ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മളൊരു 2 പോയിൻ്റെങ്കിലും ഇപ്പോൾ അധികം കിട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നു. അതേപോലെ തന്നെയാണ് ഡാനിഷ് ഫറൂഖിൻ്റെ കാര്യം. ആളുടെ മിസ്പാസ് വളരെയധികം ഡേഞ്ചേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. സന്ദീപ് സിംഗിൻ്റെ ഇതേപോലത്തെ മിസ്പാസ് നിന്നാണ് നമുക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോൾ വന്നത്. ഡാനിഷ് ഫറൂഖിൻ്റെ കാര്യം എടുത്താൽ ഒഡീഷ FCക്കെതിരെ
നമ്മുടെ രാഹുലിൻ്റെ കാലിൽ ബോൾ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നോക്കൊരു പാസ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഡാനിഷിൻ്റെ തന്നെ ബ്ലോക്ക് വരുന്നു. അവിടെ നിന്ന് ഡാനിഷിൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് ആ ബോക്സിൽ വെച്ച് ആ ബോൾ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ആ ഒരു ബോൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ഡാനിഷ് അവിടെ ശ്രമിക്കുന്നില്ല. ആ ബോൾ നേരെ ഒരു കൗണ്ടർ അറ്റാക്ക് ആയിട്ട് പോയിട്ടാണ് ഒഡീഷ FC രണ്ടാമത്തെ ഗോൾ വരുന്നത്. സോ നമ്മൾ ചെറുതെന്ന് കരുതുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ രീതിയിലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നതായിട്ട് കാണാം. സോ ഇത്തരത്തിലുള്ള മിസ് പാസുകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എറേഴ്സ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി ഒരു മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് ഡൊമസ്റ്റിക് പ്ലെയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഈ ഒരു 4 മാച്ചിലെ ഗോൾ നമ്മൾ സ്കോർ ചെയ്തത് 6 എണ്ണമാണ്. ഈ 6 ഗോൾ സ്കോർ ചെയ്ത് ആരെന്നൊന്ന് എടുത്തു നോക്കിയാൽ 3 എണ്ണം നമ്മുടെ നോഹ സദോയ്, 2 എണ്ണം ഹെസൂസ് ഹിമിനസ്, 1 പെപ്ര. സോ ഇത് 3 പേര് ഈ ഫോറിൻ പ്ലെയേഴ്സാണ്. നമ്മൾ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് എത്ര ഗോൾ അടിച്ചു എന്ന് ചോദിച്ചാൽ വട്ടപ്പൂജ്യം എന്നേ പറയാനുള്ളൂ. ഒരു ഗോൾ പോലും ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ സീസണുകളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നമുക്കറിയാം കഴിഞ്ഞ സീസണുകളൊക്കെ മുംബൈ സിറ്റി അവരുടെ ഫോറിൻ പ്ലെയേഴ്സ് ഇല്ലാതിരുന്ന അവൈലബിൾ അല്ലാതിരുന്ന സമയത്ത് പോലും അവരുടെ ഇന്ത്യൻ വിങ്ങേഴ്സിൻ്റെ പ്രത്യേകിച്ച് ചാങ്തെ, വിക്രം പ്രതാപ് സിംഗ്, ബിപിൻ സിംഗ് ഇവരുടെയൊക്കെ നല്ല ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ അവർ സ്കോർ ചെയ്ത ഗോളുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയതും അവർക്ക് ആ ഒരു കപ്പ് വരെ അടിക്കാൻ പറ്റിയതും. സോ അണ്ടർ പെർഫോം ചെയ്യുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് നമുക്ക് ഒരു കൂടുതൽ മുന്നേറുന്നതിന് തടസ്സം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുലിനും ഡാനിഷിനൊക്കെയാണ് കൂടുതൽ ഗോൾ അവസരങ്ങളിലേക്ക് വന്നത്. ഐമനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ 2 ചാൻസ് കിട്ടിയിരുന്നു. അതൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡാനിഷിന് കഴിഞ്ഞ മാച്ച് നല്ല 1-2 അവസരം കിട്ടി, അത് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫൈനൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഫൈനൽ തേർഡിൽ വരുന്ന പിന്നെ മിസ്റ്റേക്കുകളാണ് ഇതിപ്പോൾ പലപ്പോഴും ഈ ഒരു ഗോളിലേക്ക് എത്തുന്നതിന് അവരെ പിന്നെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഐമൻ ഒരു അസിസ്റ്റൻ്റ്, നമ്മളെ പ്രീതം കോട്ടാലിനൊക്കെ ഒരു അസിസ്റ്റ് ഉണ്ട്. പക്ഷെ അവർ ഗോൾ അസിസ്റ്റിനുപരി അവർ പിന്നെ ഗോൾ അടിക്കുക കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും നമുക്ക് നോഹേനെ, യെസൂസിനെയും പെപ്രേനെ അല്ലെങ്കിൽ ലൂണേനെയൊന്നും ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കൂടെ ഒന്ന് സ്റ്റെപ്പ് ചെയ്യണം. അതായത് നമ്മൾ തന്നെ ഉദ്ദേശിച്ച ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് കൂടെ ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ കൂടുതൽ ഗോൾ അവസരങ്ങളും അല്ലെങ്കിൽ ഒരാളെ തന്നെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടീമിന് ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഈ ഒരു 3 പോയിന്റുകളാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത്. അതിൽ ചെറിയ ചെറിയ വേറെ ചില പോയിന്റുകൾ കൂടിയുണ്ട്. അത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ ഒരു 3-4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റീവായി തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. സോ അത് കാണാത്തവർ എന്തായാലും കാണുക. അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. സോ നിങ്ങൾക്ക് തോന്നിയ പോസിറ്റീവായാലും നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു 4 മത്സരങ്ങൾക്ക് ശേഷം തോന്നിയത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ വാച്ച് അലോങ് കൂടി ഉണ്ടാകും. സോ അതിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം.